1.5 വയസ്സിലെ കുട്ടിനോട് ഇത്രയും ക്രൂരത ചെയ്യണമെങ്കിൽ ഇവരെല്ലാം ഒരു മനുഷ്യനാണോ? ഇവളെല്ലാം ഒരു അമ്മയാണോ? 1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മുറിവ്, കാലിൽ പൊള്ളിച്ചതിന്റെ പാടുകൾ, അത് സിഗരറ്റ് വലിച്ച് പൊള്ളിച്ചതിന്റെ പാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയത്. കുഞ്ഞിനോട് എനിക്ക് എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? അത് സ്വന്തം അമ്മക്ക്. ഇവരെല്ലാം മരണത്തിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഇവർക്കില്ല. പക്ഷെ ഇത് ഇന്ത്യയാണ്, ഇവിടെ പേടിക്കാനുള്ള നിയമമില്ല. 3-4 മാസം കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ ജാമ്യത്തിൽ ഇറങ്ങി നടക്കും. അവർ പ്രതിനെ സംരക്ഷിക്കുന്ന പോലീസിനെ കണ്ടോ? ആ കുട്ടിനെ സംരക്ഷിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അത് അഷ്കറിന്റെ കൂടെയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിനെ നന്നാവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? 3 പേരും കൂടി താഴെ ഭിത്തിയിൽ വെച്ചിടിച്ച്. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ കുട്ടികളൊന്നും നോക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ കുട്ടികളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മരിച്ചുപോയ അച്ഛന്റെ കുഴിമാടത്തിനരികെ തന്നെയാണ് ആ 1.5 വയസ്സുകാരൻ കുഞ്ഞു കണ്ണനും ഇന്ന് ഉറങ്ങുന്നത്. സംസാരിക്കാൻ പറ്റുന്നില്ല.